എവിടെ ഇത് ചെയ്യാൻ പോകുന്നത്? അത് ആഫ്രിക്കയിലെ ഒരു രാജ്യത്ത് ഒരു ഗവൺമെന്റ് ടെൻഡറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോൾ ഈ വീണ്ടും ബഡ്ജറ്റിലേക്ക് വരികയാണ്. ഇപ്പോൾ 3.5 കോടി പറഞ്ഞു, 7 കോടി. ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു ബഡ്ജറ്റ് ആദ്യമേ ഒരു എസ്റ്റിമേറ്റ് എടുക്കുമല്ലോ. അപ്പോൾ സാറിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കും ഇത് 3-ലൊന്നും നിൽക്കില്ല, ഇത് ഇവിടെ വരെ പോവായിരിക്കും എന്നൊക്കെ? പെണ്ണും പൊറോട്ടും എന്നുള്ള സിനിമ ഒരു 5 കോടി വരെ ആകും എന്നുള്ള ചിന്ത എൻ്റെ സിനിമ തുടങ്ങിയപ്പോൾ എനിക്കുണ്ട്. 4.5, 4.25, 5. പക്ഷെ അതിനകത്ത് ഈ കൂടുതലും പുതിയ ആക്ടേഴ്സും ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ തന്നെ ഒരു 1.5 കൊല്ലം എടുത്തു. ബൾട്ടി തുടങ്ങിയതിന് ശേഷമാണല്ലോ ഇത്? ബൾട്ടിക്കൊക്കെ എത്രയോ മുമ്പ്, ബൾട്ടിക്ക് മുമ്പ് എൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞതാണ്. ബൾട്ടിക്കൊക്കെ 2 കൊല്ലം മുമ്പ് ഈ സിനിമ. കാര്യം അതിനകത്ത് ആ കുട്ടി മേടിച്ച് ആ പട്ടിക്കുട്ടിയെ ബ്രീഡ് ചെയ്ത് അതിന് കുട്ടി ഉണ്ടായി, അതിനെ ബ്രീഡ് ചെയ്ത് അതിനും കുട്ടി ഉണ്ടായി. 3 ജനറേഷൻ കുട്ടികൾ തന്നെ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, 3 ജനറേഷൻ ആൾക്കാർ തന്നെ. നേരം അതിനെ പ്രീ പ്രൊഡക്ഷൻ തന്നെ 1.5-2 കൊല്ലം എടുത്തു. കഴിഞ്ഞ ദിവസം സിനിമയുടെ ഒരു പ്രോഗ്രാമിന് ചെന്നപ്പോൾ അവിടെ പറയുന്നത് കേട്ടു, സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ കഴിഞ്ഞ് കല്യാണം കഴിച്ച് കുട്ടി ഉണ്ടായ കുട്ടിയുടെ 28ാമത്തെ ദിവസം സിനിമയുടെ സെറ്റ് വെച്ച് ചടങ്ങ് നടത്തിയെന്ന് പറയുന്നത് കേട്ടു. അന്നേരം ഒത്തിരി കാലം സമയമെടുത്ത സിനിമയാണ്. അപ്പോൾ ഈ എന്തുതരം സിനിമകളാണ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത്? എങ്ങനെയാണ് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത്? കുറെ സിനിമകൾ അങ്ങനെ ഒഴിവാക്കിയിട്ടുണ്ടല്ലോ വേണ്ടെന്നുള്ള രീതിയിലൊക്കെ. അല്ല, അങ്ങനെ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്ന സിനിമകൾ അല്ല. കാരണം നമ്മൾ സമൂഹത്തിലേക്ക് മോശമായിട്ടുള്ള കാര്യം പറയുന്ന സിനിമ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട്, അത് ഏത് രീതിയിലായാലും. പിന്നെ എന്താ പറയുന്നത്, നമ്മളെടുക്കുന്ന സിനിമ കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് കിട്ടിയാൽ നല്ലതാണ് എന്നുള്ള ചിന്ത എനിക്കുണ്ട്. അതല്ലാതെ സിനിമ അങ്ങനെ ഞാനങ്ങനെ തള്ളിക്കളഞ്ഞ പടങ്ങളൊന്നും അങ്ങനെ വലുതായിട്ടില്ല. കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ആ സമയത്ത് 1 കൊല്ലം ഒരു പടം എന്നാണ് നമ്മുടെ പോളിസി. 14 കൊല്ലം 14 പടം, അതിൽ കൂടുതൽ വരുമ്പോഴൊക്കെ ഉള്ളു തള്ളിക്കളയാറുള്ളൂ. അല്ല, വേറെ ഫൈനാൻസിയേഴ്സിന്റെ അടുത്ത് നിന്ന് അങ്ങനെ ഫണ്ട് എടുത്ത് വെച്ച് സിനിമ ചെയ്യുന്ന രീതിയല്ലല്ലോ. ഇന്ന് വരെ എനിക്ക് വേണ്ടി ഞാൻ ഫിനാൻസറുടെ നിന്ന് പൈസ എടുത്തില്ല ഒരിക്കലും. എൻ്റെ ഒരു പാർട്ണർക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ട് ഒരു ഫിനാൻസറുടെ നിന്ന് അദ്ദേഹത്തിന് എടുത്ത് കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഇന്ന് വരെ ഫിനാൻസറുടെ നിന്ന് പൈസ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിനിമ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്ത് ഒരു ഇതായിരിക്കും മൈൻഡിലുണ്ടായിരിക്കുക? ഈ സിനിമ ഇങ്ങനെ വരും, അല്ലെങ്കിൽ ഈ സിനിമ ഇങ്ങനെ വരും, അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ മൈൻഡിലുണ്ടായിരിക്കുമോ? ഇപ്പം ഒരു കൊച്ചുണ്ടാകുമ്പോൾ അപ്പനും അമ്മയ്ക്കും ഒത്തിരി ആഗ്രഹങ്ങൾ കാണും. ഇവൻ പിടുക്കനാണ്, അവനെ ആദ്യത്തെ ദിവസം തന്നെ IAS കാരനാക്കണം, പിന്നെ അവൻ ഇന്ന നമ്മുടെ ജില്ലയിലെ കളക്ടർ ആയിരിക്കണം, അല്ലെങ്കിൽ SP ആയിരിക്കണം, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വെച്ച് എത്ര പിള്ളേർ അങ്ങനെ ആകുന്നുണ്ട്. അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. നമുക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, അതുപോലെ സിനിമ വരണമെന്ന് ചിന്തിക്കും. ചിലപ്പം വരും, ചിലപ്പം വരത്തില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അല്ലാതെ ഇന്ന രീതിയിൽ വരണമെന്ന് വിചാരിക്കുന്ന സിനിമകൾ വളരെ കുറവേ എത്താറുള്ളൂ. അതായത് ഇപ്പം നല്ല സിനിമ ആയിരിക്കും എന്ന് വിചാരിച്ച നല്ല സിനിമയാവുന്ന സിനിമകൾ കുറവാണെന്നാണ് പറയുന്നത്? അതോ നല്ല സിനിമയാകുമെന്ന് ഭയങ്കരമായി വിശ്വസിച്ച സിനിമ ചിലപ്പോൾ നല്ലതാകത്തില്ല. ചിലപ്പോൾ ഏറ്റവും മോശമായിട്ടെന്ന് ആകുമെന്ന് വിചാരിക്കുന്ന സിനിമയായിരിക്കും നല്ലത്. ഒന്നും പ്രെഡിക്റ്റബിൾ അല്ല. ഇതെല്ലാം ഓരോ സമയത്ത് ഓരോ മനുഷ്യൻ്റെ മനസ്സ് എങ്ങോട്ട് പോകുന്നതനുസരിച്ചിരിക്കും. ഈ വേറെ മറ്റു ബിസിനസ്സുകൾ, ഒരുപാട് ബിസിനസ്സുകൾ ഡീൽ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണോ സിനിമ ഹാൻഡിൽ ചെയ്യുന്നത്? അതായത് എനിക്കിപ്പോൾ ഞാൻ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു, എനിക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒറ്റ മൈൻഡ് സെറ്റ് മാത്രമാണോ ഉള്ളത്? അല്ലല്ലോ, ഞാൻ പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, സിനിമയും ഫുഡും ഇൻഡസ്ട്രിയും എനിക്കൊരു പാഷനാണ്. ബാക്കിയൊക്കെ പൈസ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബിസിനസ്സാണ്. എന്ന് വെച്ചാൽ ഇവിടെ പൈസ വേണ്ട എന്നല്ല, പൈസ കിട്ടിയാൽ നല്ല, എപ്പോഴും പൈസ കിട്ടിയാൽ നല്ലതാണ്. അല്ല, ഈ സിനിമ കമ്പാരിറ്റീവ്ലി എന്ന് പറയുമ്പോൾ മറ്റ് ബിസിനസ്സുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ സിനിമ ഭയങ്കര റിസ്ക്കിയാണ്. അതായത് ഒരിക്കലും അല്ല, മറ്റേ ബിസിനസ്സുകളെക്കാളും റിസ്ക് കുറവ് സിനിമയാണ്. മറ്റേ ബിസിനസ്സുകൾ ചെയ്യാത്ത ആൾക്കാർ സിനിമ ചെയ്യുമ്പോഴാണ് അവർക്ക് ബിസിനസ് ഭയങ്കര റിസ്ക് വരുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, സിനിമയിൽ ഇപ്പം പൈസ മുടക്കി അത് വിജയമാണോ പരാജയമാണെന്ന് പെട്ടെന്നറിയാം. മറ്റുള്ള ബിസിനസ്സുകളിൽ പൈസ മുടക്കി ഒരു 10 കൊല്ലം കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മളങ്ങ് കൂപ്പ് കുത്തി താഴെ കിടക്കുകയാണെന്ന്, തിരിച്ച് പൊങ്ങി വരാൻ വയ്യാത്ത അവസ്ഥയായിപ്പോൾ. അന്നേരം ഇത് എല്ലാ ബിസിനസ്സിലും അതിൻ്റെതായിട്ടുള്ള, ഏത് ബിസിനസ്സിലും റിസ്ക് ഇല്ലാത്ത? അല്ല, ബിസിനസ്സുകളിൽ റിസ്ക് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ മറ്റ് പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയൊരു ടൈമിൽ തന്നെ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുന്നു. അത് നമുക്ക് ഇത് എങ്ങോട്ട് പോകുന്ന ഒരു പിടുത്തം ഉണ്ടായിരിക്കില്ല. അപ്പോൾ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ചോദിക്കും, ഇപ്പോൾ ഞാനൊരു ബിൽഡറായിരുന്നു, ഇവിടെ ബൈപ്പാസിൽ ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ 1 സെന്റ് സ്ഥലത്തിന് 40 ലക്ഷം രൂപ കൊടുക്കണം. 1 ഏക്കർ സ്ഥലം മേടിക്കണമെങ്കിൽ എത്രയും അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്തു, അത് പ്രോജക്റ്റ് തീരുമെന്ന് ഉറപ്പുള്ളത്, ആ പ്രോജക്റ്റ് വിറ്റ് തീരുമെന്ന് ഉറപ്പുള്ളത്, കംപ്ലീറ്റ്ലി ഹാൻഡ് ഓവർ ചെയ്യുന്നത് ഉറപ്പുള്ളത്. അങ്ങനെ അവിടെ റിസ്ക് ഇല്ല. സിനിമയുടെ 10 ഇരട്ടി റിസ്ക് ഉണ്ട്. ലോകത്തിൽ എല്ലാ ബിസിനസ്സിനും റിസ്ക് ഉണ്ട്. ഓട്ടോറിക്ഷ, സ്വന്തമായിട്ട് ഓട്ടോറിക്ഷ എടുത്തു,
അത് ഓടിച്ചുകൊണ്ട് പോയി, ആക്സിഡൻ്റ് ആയി, അല്ലെങ്കിൽ പ്രശ്നമായി, അവിടെ റിസ്ക് ഉണ്ട്. അന്നേരം ആ പൈസ മുടക്കുന്ന അനുസരിച്ചുള്ള റിസ്ക് ഫാക്ടർ എല്ലാ ബിസിനസ്സിലും ഉണ്ട്. എയർക്രാഫ്റ്റ് എത്ര കമ്പനി മുടക്കി, ജെറ്റ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈൻസ് ആയിരുന്നു, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എയർലൈൻസ് ആയിരുന്നു. അതൊരു സുപ്രഭാതത്തിൽ പൊട്ടിപ്പോയില്ലേ, ഇപ്പോൾ അത് സ്പൈസ് ജെറ്റ് ഒറ്റ എയർലൈൻസുമായിട്ട് പറക്കുവാന്ന്. അതുപോലെ ഏതൊക്കെ പോയി. ഞാൻ പറഞ്ഞത് ഏത് ബിസിനസ്സിലാണ് റിസ്ക് ഇല്ലാത്തത്? തട്ടുകടക്കാരൻ പൂട്ടിപ്പോകുന്നു, സ്വർണ്ണക്കടക്കാരൻ പൂട്ടിപ്പോകുന്നു, സ്വർണ്ണക്കടയിൽ എവിടെയോ ക്രെഡിറ്റ് ഉണ്ടോ? പെട്രോൾ പമ്പുകാരൻ പൂട്ടിപ്പോകുന്നു, പെട്രോൾ പമ്പ് ക്രെഡിറ്റ് ഉണ്ടോ? അന്നേരം എല്ലാ ബിസിനസ്സിലും റിസ്ക് ഉണ്ട്. ഇപ്പൊ പെണ്ണുമ്പറാട്ടും നെറ്റ്ഫ്ലിക്സുമായിട്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇതിപ്പോൾ നമ്മൾ OTT ആയിട്ട് സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവരെന്തൊക്കെയാണ് പേയ്മെന്റിന്റെ കാര്യത്തിൽ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വെക്കാറുള്ളത്? ഡിപ്പെൻസ്. ഇപ്പം ഇവരുടെയൊക്കെ ഇതൊക്കെ മറ്റേ ഇന്റർനാഷണൽ കമ്പനികളല്ലേ, ഇവരുടെയൊക്കെ പേയ്മെന്റ് ടൈംസ് വളരെ ക്ലിയർ. എഗ്രിമെന്റ് വെക്കുമ്പോൾ 25% ആയിരിക്കും. അതെ, പിന്നെ ഓരോ കണ്ടന്റ് വെക്കുമ്പോൾ 25 അങ്ങനെ കറക്റ്റായിട്ട് ടാക്സ് അടച്ചു കൊടുത്താൽ മുഴുവൻ പൈസ നമുക്ക് കിട്ടും. ഇവിടെയൊന്നും അതിനകത്തൊന്നും ഒരു കൺഫ്യൂഷൻ. കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കാശ് കിട്ടിയിരിക്കുന്നത് ആമസോൺ പ്രൈമിൽ നിന്നാണ്. കാരണം അന്ന് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അവർക്ക് ഷെയറിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്ത് കോവിഡോ എന്ത് ബാങ്ക് അടച്ചു കിടന്നാലും അവർക്ക് മാസം അവസാനത്തെ ദിവസം രാത്രി 12 മണിക്കുള്ളിൽ നമ്മുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ വരുമായിരുന്നു. അവിടെ ഒന്നും ഒരു കൺഫ്യൂഷൻ ഒരിക്കലും ഇല്ല. അല്ല, ഞാൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോൾ പെർ വ്യൂ അനുസരിച്ചിട്ട് അത് പേപ്പർ വ്യൂ എന്ന് പറയും. ഇപ്പൊ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പണ്ട് കൊടുത്തതല്ല, ബാക്കിയെല്ലാം നമ്മൾ സെയിലാണല്ലോ. സെയിലിന് അങ്ങനെ ഇല്ല, വ്യൂ അല്ല. ഇപ്പം ഒരുപാട് സിനിമകൾ റിലീസ് ആവാതിരിക്കുന്നുണ്ടല്ലോ, OTTയിലും സാറ്റലൈറ്റിലും ഒന്നും റിലീസ് ആവാതിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഒരു റീസൺ എന്താണ്? മീൻസ് ഇതിങ്ങനെ സെയിൽ ആവാതെ പോകുന്നതിന്റെ ഒരു റീസൺ എന്താണ്? അല്ല, OTTക്കാർക്കൊക്കെ ഒരു മാസം ഒരു സിനിമ മതി. അതിപ്പം മലയാളത്തിൽ നിന്ന് തന്നെ അവർക്ക് നിർബന്ധമില്ല. ഇപ്പം നെറ്റ്ഫ്ലിക്സിന് ഒരു തമിഴിലെ ഹിറ്റ് സിനിമ ഒരു മാസം ഉണ്ടെങ്കിൽ ആ മാസം മലയാളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. കന്നഡയിൽ ഒരു ഹിറ്റ് ഫിലിം ഉണ്ടെങ്കിൽ ആ മാസം തമിഴില്ലെങ്കിലും മലയാളം ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മലയാളവും തമിഴും തെലുങ്കും വലിയ ജനസംഖ്യയുള്ള അല്ലെങ്കിൽ കൂടുതൽ അവർക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ള സ്ഥലമാണ്, വ്യൂവേഴ്സ് ഉള്ളതാണ്. അവർക്ക് എപ്പോഴും അതിലൊക്കെ ഉള്ള ഒരു കന്നഡയെക്കാളും മലയാളത്തെക്കാളും കൂടുതൽ അങ്ങോട്ടേക്ക് ചായ്വ് വരും. അന്നേരം ഒരു വർഷം ഇപ്പം നെറ്റ്ഫ്ലിക്സ് എനിക്ക് വന്ന് കഴിഞ്ഞ കൊല്ലം 2 പടം എടുത്തിട്ടുള്ളൂ. ഒന്നിപ്പോൾ നേരത്തെ എടുത്ത പടവും, ഒന്ന് ഇതും നമ്മുടെ എക്കോ. അവർക്ക് അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. അപ്പം ഞാൻ പറഞ്ഞത് ആമസോൺ കഴിഞ്ഞ കൊല്ലം അങ്ങനെ പടം എടുത്തിട്ടില്ല, ഒരു പടം വല്ല എടുത്തിട്ടുള്ളൂ. നേരം 2 വിൻഡോ കംപ്ലീറ്റ്ലി അടഞ്ഞു പോയില്ലേ, കിട്ടിയില്ലല്ലോ. പിന്നെ പോയിട്ട് ഏഷ്യാനെറ്റുള്ള വളരെ കുറവേ എടുക്കത്തുള്ളൂ. അവരുടെ ടേംസും ഒക്കെ ഇവരുടെ അത്രയും സുതാര്യമല്ല. പിന്നെ സോണിയാണുള്ള. അന്നേരം ഒരു കൊല്ലം അത്ര ഇതെല്ലാവരും കൂടെ കൂടിയ 20-25 പടം എടുക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ബാക്കി പടങ്ങൾ ഇരുന്ന് പോകുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയ്ക്ക് ഇപ്പോൾ ഒരു സിനിമ സൈൻ ചെയ്ത് തുടങ്ങുകയാണ്, എങ്ങനെയാണ് ഇതിന്റെ ചെലവുകളുടെ ഒരു ലാഡർ എന്ന് പറയുന്നത്, എക്സ്പെൻസ് തുടങ്ങുന്നത്? ഇപ്പം നമ്മൾ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾക്ക് ഓരോ ബഡ്ജറ്റ്, പ്രീ പ്രൊഡക്ഷൻ എത്ര വേണം, പോസ്റ്റ് പ്രൊഡക്ഷൻ എത്ര വേണം, സിനിമ അഡ്വാൻസ് കൊടുക്കാൻ എത്രയും വേണം, അങ്ങനെ എല്ലാം നമ്മൾ അതിനെല്ലാം ഓരോരോ ഹെഡ് ഉണ്ടാക്കി വെക്കും. ടെക്നീഷ്യൻ, ആക്ടേഴ്സ്, ഇവരുടെ റെന്യൂമറേഷൻ എത്ര വേണം, അതെങ്ങനെയാണ് പെർസെൻറ്റേജ് വെച്ച് കൊടുക്കേണ്ടത്, അഡ്വാൻസ് എത്ര, ഇത്ര സമയത്തിന് എത്ര. സോ അതിനെയൊക്കെ നമ്മൾ ഈ കറക്റ്റായിട്ടൊരു ഒരു ഇതിൽ ആദ്യമേ തന്നെ ഇതെല്ലാം പ്ലാൻഡ് ആയിരിക്കും, ഫോർമാറ്റ് എല്ലാം റെഡി ആയി. അത് ഇപ്പോൾ ആക്ടേഴ്സിനാണെന്ന് അല്ലെങ്കിൽ ടെക്നീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ആദ്യം ഇത്ര രൂപ അഡ്വാൻസ് തരും, എല്ലാം ക്ലിയർ. അവർക്കൊക്കെ ഉള്ള ഒരു ടേംസ് ഉണ്ട്, അതൊക്കെ നമ്മൾ അതിൽ നിന്നൊന്നും മാറ്റാറില്ല. കാരണം അതൊക്കെ അവർക്ക് എപ്പോഴും കിട്ടുന്നതാണ്. കിട്ടുന്നിടത്തുനിന്ന് എല്ലായിടത്തും കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല, കിട്ടാറില്ലെന്നാണ് പലരും പറയുന്നത്. പലരും പറയാറുണ്ട്. ഇപ്പം നമ്മുടെ മെൽവി കോസ്റ്റ്യൂം ചെയ്യുന്ന പുള്ളി എന്നോട് പറയാറുണ്ട്, പുള്ളിക്ക് നമ്മുടെ സെറ്റിൽ നിന്നും വേറെ ഒരു പ്രൊഡക്ഷനിൽ നിന്നും മാത്രമേ ഇന്ന് വരെ മുഴുവൻ പൈസ തികച്ച് കിട്ടിയിട്ടുള്ളൂ. ഇനി എന്നെ സൂചിപ്പിക്കാൻ പറഞ്ഞാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ എല്ലാവരും അവരുടേതായിട്ടുള്ള ഓരോരോ ഇത് വെക്കും, ഈ പൈസ കൊടുക്കാനുള്ള ഇത് വെക്കും. സാർ ഇങ്ങനെ ഇപ്പോൾ തുറന്നിങ്ങനെ സംസാരിക്കുന്നത് പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അതായത് ആളുകളുമായിട്ട് ഇടത്തടിച്ച് ഇങ്ങനെ പറയാറുണ്ടല്ലോ. അല്ല, ഞാൻ ഇതിനകത്ത് തെറ്റൊന്നും പറയുന്നില്ല. ഞാൻ അയാൾ കള്ളനാണ്